അസ്സലാമു അലൈക്കും. അബായ കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഒരു ഗൗണ് തയ്ക്കുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഈ അബായ നിവർത്തി വെച്ചിട്ട് താഴ്ഭാഗത്തു നിന്ന് മേലോട്ട് 35 ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം നമ്മുടെ ഗൗണിനുള്ള പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള പാർട്ടാണ് കേട്ടോ. ഇനി ഈ ഗൗണിന് ബോഡി പാർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അബായയുടെ സ്ലീവിൻ്റെ എൻഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. നമ്മളടുത്ത് പഴയ അബായൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗൗണ് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ സ്ലീവ് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ അബായ ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് സാധാ മെഷീൻമേൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പലർക്കും ഡൗട്ടുണ്ടാവും. എന്നാൽ ഇതിന് ചെറിയ സൂചി വാങ്ങാൻ കിട്ടും. അത് കടയിൽ പ്രത്യേകം ചോദിച്ചു വാങ്ങിയാൽ നമുക്ക് സാധാ മെഷീൻമേൽ തന്നെ ഈ ഗൗണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ 2 സ്ലീവ്സും കട്ട് ചെയ്തെടുക്കുക. ഈ സ്ലീവ്സ് കട്ട് ചെയ്ത ഭാഗമാണ് നമ്മൾ ബോഡി പാർട്ടായിട്ട് തയ്ക്കാൻ എടുക്കുന്നത്. ഈ 2 സ്ലീവ്സും കട്ട് ചെയ്തത് മടക്കിയിട്ട് വെക്കുക. ഇതൊന്ന് പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യാൻ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ 18 ഇഞ്ച് ബോഡി ലെങ്ത് അടയാളപ്പെടുത്തുക. അതുപോലെ നെക്ക് ലെങ്ത്ത് 4 ഇഞ്ച്, നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്, ഷോൾഡർ 3.5 ഇഞ്ച്, കൈക്കുഴി 6.5 ഇഞ്ച്, നമ്മുടെ ചെസ്റ്റ് 10.5 ഇഞ്ച്. ഇതെല്ലാം മാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് നെക്ക് മാത്രമാണ് 4 ഇഞ്ച് പറഞ്ഞത്. ബാക്ക് നെക്ക് 2 ഇഞ്ചാണ് ഞാനിതിന് കട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ കട്ടിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മളിനി ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. ഈ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ 35 ഇഞ്ച് ലെങ്ത്തിൽ ആദ്യം ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് ഈ ബോഡി പാർട്ടിൽ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 സൈഡും ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഷോൾ ഇതിപ്പോൾ ഒരു സ്ലീവ്ലെസ് ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ലീവിൻ്റെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചാൽ മതിയാവും. ഇനിയിപ്പോൾ നമ്മൾ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റിൻ്റെ പീസിൽ നിന്ന് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടെടുക്കുക. ഈ ക്രോസ് പീസെല്ലാം നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് നെക്ക് തയ്ക്കാൻ പോകുന്നത്.
ഈ കട്ട് ചെയ്തെടുത്ത ക്രോസ് പീസ് നമ്മൾ കഴുത്തിന് ചുറ്റുഭാഗം തയ്ച്ച് പിടിപ്പിക്കുക. എന്നിട്ട് മടക്കിയിട്ട് വീണ്ടും തയ്ച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഗൗണൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഗൗണിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. ഇത് ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയൊരു ഗൗണാണ്. ഇത് ഫുൾ ലെങ്ത് ഉള്ള ഗൗണാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ തയ്ച്ചു കൊടുക്കാൻ പറ്റിയാൽ നല്ല രസമായിരിക്കും. ഇതിൻ്റെ കൂടെ ഒരു ജീനിൻ്റെ ഷ്രഗ് ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ നെറ്റിൻ്റെ സ്ലീവ് വെച്ചാലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ പഴയ അബായൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.